ഫ്ലോയം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഭരണഘടനയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വരുന്ന 10th ലെവൽ എക്സാമുകൾക്കും ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഭരണഘടനയുടെ പാർട്ട് 1 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഈ രണ്ട് വീഡിയോയും കണ്ട് ഭരണഘടനയിൽ നിന്നുള്ള മുഴുവൻ മാർക്കും ഉറപ്പിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ. ഇതാണ് ബ്രിട്ടൻ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഗ്രീസ് ആണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്രീസ് ആണ്. ഏതിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്? ക്യാബിനറ്റ് മിഷന്റെ. ഏതിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്? ക്യാബിനറ്റ് മിഷന്റെ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? 1946 ഡിസംബർ 6-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 പേരാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? 9 വനിതകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 9 വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം MN റോയ് മുന്നോട്ട് വെച്ചത് ഏത് പത്രത്തിലൂടെയാണ്? ദി ഇന്ത്യൻ പാട്രിയറ്റ്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം MN റോയ് മുന്നോട്ട് വെച്ചത് ഏത് പത്രത്തിലൂടെയാണ്? ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ഇന്ത്യക്ക് ഇപ്പൊ സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയ് ആണ്. ഏത് പത്രത്തിലൂടെയാണ്? ദി ഇന്ത്യൻ പാട്രിയറ്റ്. ഓക്കെ, ഇത് വീഡിയോ കേട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ മറ്റു ജോലികൾ ചെയ്യുമ്പോഴും വീഡിയോ കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റും. അതുപോലെ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ എത്ര പേരാണ്? 17 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ 17 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? 3 വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ എത്ര പേരാണ്? 3 പേരാണ്. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരെന്ന് ചോദിച്ചാൽ ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് എന്തിനെയാണ്? ആനയാണ്. ആന. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് ആനയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? BN റാവുവിനെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് BN റാവു. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26-നാണ്. ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. ദേശീയ നിയമദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26-ആണ്. ദേശീയ നിയമദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ്? 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്നാണ്? 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്നു. ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണെങ്കിൽ 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 395 അനുച്ഛേദങ്ങളാണ്. എത്ര പട്ടികകളാണ്? 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ. അപ്പൊ നിലവിൽ എത്രയാണുള്ളത്? നിലവിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളും ഉണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. 1947 ജൂലൈ 22-നാണ്. ഓഗസ്റ്റില് അത് കണക്ട് ചെയ്ത് പഠിക്കാം. ഓഗസ്റ്റിലാണ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ 1947 ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിൽ 1947 ഒരു മാസം മുമ്പേ ജൂലൈ 22-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്നാണ്? 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്നാണ്? 1950 ജനുവരി 24-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചതെന്നാണ്? 1950 ജനുവരി 24-ന് തന്നെയാണ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചതെന്നാണ്? 1950 ജനുവരി 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-ന്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചതെന്നാണ്? 1957 മാർച്ച് 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ എന്നാണ് അംഗീകരിച്ചത്? 1957 മാർച്ച് 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? HC മുഖർജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ HC മുഖർജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ HC മുഖർജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് എവിടെയാണ്? ആമുഖത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് എവിടെയാണ്? ആമുഖത്തിലാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയത്. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1931 കറാച്ചി സമ്മേളനമാണ്. മൗലികാവകാശ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം എന്നറിയപ്പെടുന്നത് ഏത് റിട്ടാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമാക്കി വരുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ ആണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമാക്കി വരുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രൊഹിബിഷൻ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? സെർഷ്യോററി ആണ്. ഈ റിട്ടുകളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? സെർഷ്യോററി. ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എന്തോന്ന്? കോ വാറന്റോ. ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്താണ്? കോ വാറന്റോ ആണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതെന്ന് ചോദിച്ചാൽ കോ വാറന്റോ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ്? കോ വാറന്റോ. ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. ഓക്കെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സൊരൻ സിംഗ് കമ്മിറ്റി. 42ാം ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സൊരൻ സിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയിലാണ്. അപ്പം ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42ാം ഭേദഗതിയിലാണ്. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭേദഗതി വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സ്ഥിതി, സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. സ്ഥിതി, സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. അപ്പൊ 42ാം ഭേദഗതി എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. 42ാം ഭേദഗതിയാണ്. പിന്നെ 42ാം ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സൊരൻ സിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നതും 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. സ്ഥിതി, സമത്വം, മതേതരത്വം, അഖണ്ഡത. സ്ഥിതി, സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കിയ മാറ്റിയ ഭേദഗതി ഏതാണ്? 44ാം ഭേദഗതിയാണ്. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി മാറ്റിയ ഭേദഗതി 44ാം ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭേദഗതിയിലാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നീക്കം ചെയ്തത്. 44ാം ഭേദഗതിയാണ്. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A. അപ്പൊ ആർട്ടിക്കിൾ 300A കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലാണ്? 44ാം ഭേദഗതിയിലാണ്. ഓക്കെ. 52ാം ഭേദഗതി പ്രതിപാദിക്കുന്ന വിഷയം കൂറുമാറ്റ നിരോധന നിയമം. 52ാം ഭേദഗതി പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം പ്രഖ്യാപിക്കുന്നത് ഏത് ഭേദഗതിയിലാണ്? കൂറുമാറ്റ നിരോധന നിയമം പ്രതിപാദിക്കുന്ന ഭേദഗതി 52ാം ഭേദഗതിയിലാണ് കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗം ആരാണ്? ആർ ബാലകൃഷ്ണ പിള്ളയാണ്. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗം ആരാണ്? ആർ ബാലകൃഷ്ണ പിള്ള. അപ്പൊ കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭേദഗതി. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73ാം ഭേദഗതിയാണ്. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ച ഭരണഘടനാ ഭേദഗതി 73ാം ഭേദഗതിയാണ്. നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിക്കാൻ കാരണമായ ഭേദഗതി ഏതാണ്? 74ാം ഭേദഗതിയാണ്. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ച ഭരണഘടനാ ഭേദഗതി 73ാം ഭേദഗതിയും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ച ഭേദഗതി 74ാം ഭേദഗതിയുമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലാണ്? 86ാം ഭേദഗതിയിലാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 86ാം ഭേദഗതിയിൽ. 86ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം. 86ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. 86ാം ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളിൽ വന്ന മാറ്റം എന്താണ്? ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. 86ാം ഭേദഗതി പ്രകാരം മൗലികാവകാശങ്ങളിൽ വന്ന മാറ്റം ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു.
51A കെ എന്ന മൗലിക ചുമതല കൂട്ടിച്ചേർക്കപ്പെടുകയും മൗലിക ചുമതലകളുടെ എണ്ണം 11 വർദ്ധിക്കുകയും ചെയ്ത ഭേദഗതി 86 ഭേദഗതിയാണ്. അപ്പൊ മൗലിക ചുമതലകളുടെ എണ്ണം 11 വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86 ഭേദഗതിയാണ്. മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തതും മൗലിക ചുമതലകൾ 11 വർദ്ധിക്കുകയും ചെയ്തത് 86 ഭേദഗതിയിലൂടെയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സാണ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയിലെയും ന്യായാധിപന്മാരുടെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ പേരാണ് കൊളീജിയം. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ന്യായാധിപന്മാരുടെ നിയമനത്തിന് ശുപാർശ നൽകുന്ന സമിതിയുടെ പേരെന്താണ്? കൊളീജിയം എന്നാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ ആണെങ്കിൽ 65 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഒരു കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതിനായി കോടതി സ്വമേധയാ നിയമിക്കുന്നതും ആ കേസുമായി ബന്ധമില്ലാത്തതുമായ വ്യക്തി അറിയപ്പെടുന്നത് അമിക്കസ് ക്യൂറി എന്നാണ്. ഒരു കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതിനായി കോടതി സ്വമേധയാ നിയമിക്കുന്നതും ആ കേസുമായി ബന്ധമില്ലാത്തതുമായ വ്യക്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അമിക്കസ് ക്യൂറി. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം ഏതാണ്? നിർവാചൻ സദനാണ്. ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം. ആർട്ടിക്കിൾ 324 ആർട്ടിക്കിൾ 324 എന്താണ്? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതൊക്കെയാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 243 കെ 243 ഇസഡ് എ. അപ്പൊ 243 ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 324 ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 243 ആണ്. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? 5 വർഷം കൂടുമ്പോഴാണ്. ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് 5 വർഷം കൂടുമ്പോഴാണ്. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പബ്ലിക് സർവീസ് കമ്മീഷനാണ്. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പബ്ലിക് സർവീസ് കമ്മീഷനാണ് മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്കും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാവണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 315 ഒന്നാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാവണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 315 ഒന്നാണ്. ഓക്കെ. പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 338 ആണ്. ആർട്ടിക്കിൾ 338 എന്താണ്? പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 338A പട്ടികജാതിക്കാർക്കുള്ളത് ഏതാണ്? 338 ആണ്. പട്ടികവർഗക്കാർക്കുള്ളത് 338A ആണ്. 338A. പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 338A. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവനാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവനാണ്. ഓക്കെ, ലോക് നായക് ഭവൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? കൻവർ സിംഗ് ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? കൻവർ സിംഗ്. പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 338B ആണ്. 338. ഇവിടെ 338 ആണ് പറഞ്ഞത് അല്ലെ? 338, 338A, 338B എന്താണ്? പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 338B.
ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2018 102 ഭേദഗതി അനുസരിച്ചാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2018 102 ഭേദഗതി. 2018 102 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ 323A എന്ന ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 323A എന്ന ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇന്ത്യ രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി ഏതാണ്? പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി എന്താണ്? പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലെ അംഗങ്ങളെയാണ്? ലോക്സഭയിലെ അംഗങ്ങളെയാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലെ അംഗങ്ങളെയാണ്? ലോക്സഭയിലെ അംഗങ്ങളെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 326 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത്? 21. ഭരണഘടനയുടെ 21ാമത്തെ അനുച്ഛേദ പ്രകാരമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. കേന്ദ്ര സർക്കാർ ഹരിത ട്രൈബ്യൂണൽ രൂപവത്കരിച്ച തീയതി 2010 ഒക്ടോബർ 18 എന്നാണ് കേന്ദ്ര സർക്കാർ ഹരിത ട്രൈബ്യൂണൽ രൂപവത്കരിച്ചത്? 2010-ലാണ്. 2010 ഒക്ടോബർ 18-നാണ്. ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? പരിസ്ഥിതി. ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? പരിസ്ഥിതി. ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ PC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? പരിസ്ഥിതി. 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? 7ാം പട്ടിക. 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതെന്ന് ചോദിച്ചാൽ അത് 7ാം പട്ടികയിലാണ് 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പൊതുജനാരോഗ്യം ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പൊതുജനാരോഗ്യം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പൊതുജനാരോഗ്യം ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത്? വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. റിസർവ് ബാങ്ക് ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. റിസർവ് ബാങ്ക് ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ് റിസർവ് ബാങ്ക് ഉൾപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. തദ്ദേശ സ്വയംഭരണം ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലെന്ന് ചോദിച്ചാൽ കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, വീഡിയോ പൂർണ്ണമായും കാണുക, കണ്ട് നന്നായി പഠിക്കുക. വരുന്ന എക്സാമുകൾക്ക് മുഴുവൻ മാർക്ക് നേടുക. ഭരണഘടനയിൽ നിന്നുള്ള മുഴുവൻ മാർക്ക് നേടുക. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.